3 മാസത്തിനിടെ ജില്ലയിൽ എക്സൈസും പോലീസും വനംവകുപ്പും നടത്തിയ പരിശോധനയിൽ 23.69 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. എക്സൈസും പോലീസും വനംവകുപ്പും ചേർന്ന് 103 പരിശോധനകളും എക്സൈസ് വകുപ്പ് 3426 പരിശോധനകളും നടത്തി. ഒരു കഞ്ചാവ് ചെടി, 52 ഗ്രാം ഹെറോയിൻ, 200 ഗ്രാം ബ്രൗൺ ഷുഗർ, 15 ഗ്രാം ഹാഷിഷ് ഓയിൽ, 517 മില്ലിഗ്രാം MDMA, 5.71 ഗ്രാം മെത്താംഫിറ്റമിൻ, 26.85 ഗ്രാം നൈട്രോസെപ്പാം, 40 മില്ലി ലിറ്റർ മെഫൈൻഡർമിൻ സൾഫേറ്റ് എന്നിവ പിടിച്ചെടുത്തു. 949.72 ലിറ്റർ വിദേശ മദ്യം, 15.10 ലിറ്റർ ചാരായം, 11.1125 ലിറ്റർ വാഷ്, 18.85 ലിറ്റർ അനധികൃത മദ്യം, 81.05 ലിറ്റർ ബിയർ, 88 ലിറ്റർ കള്ള്, 108.12 കിലോ പുകയില ഉൽപ്പന്നങ്ങൾ, 12 വാഹനങ്ങൾ എന്നിവയും പിടിച്ചെടുത്തു. 519 അബ്കാരി കേസും 301 NDPS കേസും 2056 കോഡ്പ കേസും രജിസ്റ്റർ ചെയ്തു. 825 പേർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു. 807 പേരെ അറസ്റ്റ് ചെയ്തു. കോഡ്പ പിഴയിനത്തിൽ 4.11 ലക്ഷം രൂപ ഈടാക്കി. 11,662 വാഹനങ്ങൾ പരിശോധിച്ചു. അതേസമയം ക്രിസ്മസ് പുതുവത്സരത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പ് ജില്ലയിലും താലൂക്കുകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രത്യേക കൺട്രോൾ റൂമുകൾ തുറന്നു. ജില്ലയിലെ പ്രധാന റോഡുകളിൽ ഹൈവേ പട്രോളിംഗ് സ്ക്വാഡ് 24 മണിക്കൂറും വാഹന പരിശോധന നടത്തും. അടിയന്തര ഘട്ടങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് ജില്ലാതലത്തിൽ മേഖല തിരിച്ച് 2 സ്ട്രൈക്കിംഗ് ഫോഴ്സ് ടീമും സജ്ജമാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.